ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ ഇന്നത്തെ വിശേഷം അറിയാനായിട്ട് കാത്തിരിക്കുന്നവരുടെ മുന്നിലേക്ക് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ദേശീയ പുഷ്പമായ താമരയാണ്. 2 വർഷത്തിനും മേലെ ആയിട്ടോ ഈ താമര കയ്യിലുണ്ടായിട്ട്. ട്യൂബർ വാങ്ങി നട്ടുപിടിപ്പിച്ചതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ നന്നായിട്ട് മൊട്ടും പൂക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് കരുതി. നമ്മുടെ നാട്ടിൽ ഇന്ന് താമര കൃഷി ചെയ്ത് വിജയിച്ച ഒരുപാട് പേരുണ്ട്. പണ്ട് കാലങ്ങളിലെല്ലാം താമരപ്പൂ കാണുമ്പോൾ വളരെ അതിശയമായിരുന്നു. ഇന്ന് ഒട്ടുമിക്ക വീടുകളുടെ മുന്നിലും താമരയ്ക്ക് വലിയ സ്ഥാനം തന്നെയാണുള്ളത്. താമരയുടെ വിത്തുകളും റണ്ണറുകളും ട്യൂബറുകളും എല്ലാം ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അതെല്ലാം വാങ്ങി വളരെ എളുപ്പത്തിൽ തന്നെ മറ്റു ചെടികൾ ചെയ്തെടുക്കുന്നത് പോലെ നമുക്കും നമ്മുടെ വീടുകളിൽ താമരപ്പൂ വിരിയിച്ചെടുക്കാനായി കഴിയും. താമരയുടെ ഇനങ്ങളെ അവയുടെ ഉപയോഗമനുസരിച്ച് 3 തരം തിരിച്ചിട്ടുണ്ട്. റൈസോം താമര, വിത്ത് താമര, പുഷ്പത്താമര എന്നിങ്ങനെ. വിത്ത് താമര അല്ലെങ്കിൽ പുഷ്പത്താമര ഈ ഇനങ്ങളെ അപേക്ഷിച്ചിട്ട് ഉയർന്ന വിളവും ഉയർന്ന ഗുണമേന്മയുമുള്ള റൈസോസോമുകളും ഉൽപ്പാദിപ്പിക്കുന്നതാണ് റൈസോം താമര. കൂടാതെ റൈസോം താമര ഉയരത്തിലാണ് വളരുന്നത്. കുറച്ച് പൂക്കൾ ഇതിനകത്ത് ഉണ്ടാകില്ല. വിത്ത് താമരയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് ധാരാളം കാർപ്പലുകളും വിത്ത് സെറ്റുകളും മികച്ച പോഷക ഗുണങ്ങളുമുള്ള വലിയ വിത്തുകളുമാണ്. ഈ ഇനങ്ങളുടെ വേരുകൾ എന്ന് പറയുന്നത് നേർത്തതും നാരുകളുള്ളതും നല്ല റൈസോമുകൾ ഉണ്ടാക്കാത്തതുമാണ്. 3ാമത്തെ ഇനമായ പുഷ്പത്താമര അലങ്കാര ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ധാരാളം പൂക്കൾ ഉൽപ്പാദിപ്പിക്കുകയും കുറഞ്ഞ ഉയരത്തിൽ വളരുന്നതുമാണ്. താമരപ്പൂക്കളുടെ തരങ്ങൾ അവയുടെ ഇതളുകളുടെ എണ്ണത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരു ദളമുള്ളവയും ഇരട്ട ദളങ്ങളുള്ളവയും അല്ലെങ്കിൽ ഒന്നിലധികം ദളങ്ങളുള്ളവയും കാണപ്പെടുന്നുണ്ട്. ചാണകപ്പൊടിയും മണ്ണും ചേർന്ന മിശ്രിതത്തിലാണ് ഇതുപോലെ താമരയുടെ റണ്ണറുകളും ട്യൂബറുകളും എല്ലാം നമ്മൾ നടുന്നത്. അത്യാവശ്യം വലിയ പോട്ട് തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ചെടിയിൽ ഇതുപോലെ മുകളിലേക്ക് ഇലകൾ വന്നു തുടങ്ങിയാൽ അതിൻ്റെ പുറകെ തന്നെ ചെറിയ മൊട്ടുകൾ വന്ന് പിന്നെ അത് നിറയെ നമുക്ക് പൂ തരുന്നതായിരിക്കും. വേനൽക്കാലങ്ങളിൽ പോട്ടിലെ വെള്ളം കുറയാതെ നോക്കണം. പവിത്രമായ താമരയ്ക്ക് പോഷക സമൃദ്ധവും എക്കൽ നിറഞ്ഞതുമായ മണ്ണാണ് ആവശ്യം. 2.5 മീറ്റർ വരെ ആഴമുള്ള വെള്ളത്തിലാണ് താമര വളരുക. നമ്മുടെ വീട്ടുമുറ്റത്തും ഇതുപോലെ താമരപ്പൂക്കൾ ഉണ്ടായി കാണാൻ ആഗ്രഹമുള്ളവർ ഇതിൻ്റെ റണ്ണറുകളും ട്യൂബറുകളും അല്ലെങ്കിൽ വിത്ത് വാങ്ങിയിട്ടും മുളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇന്നത്തെ ഈ കുഞ്ഞു താമര വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.